ട്രിവാൻഡ്രത്ത് ഒരുപാട് കഫേസ് ഉണ്ട്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു 3-4 കഫേയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് സ്റ്റോറീസ് നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നതാണ്. 4.6 റിവ്യൂ ഉള്ള ഒരു നല്ലൊരു കഫേ. പക്ഷേ ഇതിനെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും ഞെട്ടി. അത്രയ്ക്കും കിടിലൻ ആംബിയൻസ്, ഒരുപാട് ചെടികളൊക്കെ നട്ട്, ഡിം ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത്, ഈ ഡൈനിങ് ഏരിയയിൽ ക്യാൻഡിൽ ലൈറ്റ്സ് ഒക്കെ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഫേ. പിന്നെ എടുത്തു പറയേണ്ട ഇവരുടെ ലെഗസിയാണ്. 1977 ഇപ്പോഴത്തെ ഓണറിന്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ കഫേ തുടങ്ങുന്നത്. ഈ വെൽവെറ്റ് കഫേ എന്നുള്ള പേര് അന്ന് കോവളത്ത് വന്ന ഹിപ്പീസ് ആണ് ഇട്ടത്. പിന്നെ ഇവരുടെ കേക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ കേക്സ് എല്ലാം സ്വീഡിഷ് റെസിപ്പി ആണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ നമ്മളൊരു 10-14 ഡിഷസ് ഓർഡർ ചെയ്തു. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട 2 ഐറ്റം എന്ന് പറയുന്നത് അവരുടെ ബീഫ് സ്റ്റേക്കും അവരുടെ കേക്സും ആണ്. അവരുടെ പ്രൈസ് എന്ന് വെച്ചാൽ കുറച്ച് ഓൺ എ ഹയർ സൈഡാണ്. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും അവിടുത്തെ ആംബിയൻസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് ജസ്റ്റിഫയബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വെറൈറ്റി കഫേ. ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്ലീഷായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ, ഇത് വെറൈറ്റി തന്നെയാണ്. ആനേരയിലുള്ള ഈവ്സ് കഫേ പറ്റിയാണ് ഈ പറയുന്നത്. ഇനി ഇവിടുത്തെ വെറൈറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ കഫേയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ലൈബ്രറി ആണെന്ന് തോന്നും. അത്രമാത്രം ബുക്സ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. സോ ഒരു ബുക്ക് ലവറിന് ഇതൊരു ഹെവൻ തന്നെയാണ്. അവിടെ നിന്ന് അടുത്ത റൂമിൽ പോയാൽ നമുക്ക് കാണാം കുറേ ഗെയിംസ് അവിടെ ഉണ്ട്. കാർഡ് ഗെയിംസ്, മൊണോപ്പൊളി, അങ്ങനെ കുറേ ഗെയിംസ്. അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ ഒരു ചെറിയൊരു ഡോർ ഉണ്ട്. ആ ഡോർ തുറന്ന് അവരുടെ മേളിലേക്ക് ടെറസിലേക്ക് പോകുമ്പോൾ കാണാം വളരെ ഡിം ലൈറ്റിൽ വളരെ നൈസായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. അവിടെ തന്നെ ലൈവ് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ചെറിയൊരു പോഡിയമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെ കഫേ ഉണ്ട്. ഒരു കപ്പ് കോഫിയും കുടിച്ച് ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓഫീസ് വിട്ട് വേറെ എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നവർക്കും ഈ ഒരു കഫേയിൽ വന്നിരുന്ന് എത്ര സമയം വേണമോ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു, റെഡ് വെൽവെറ്റ് ലാറ്റെ വാങ്ങിച്ചു, റോസ്റ്റഡ് ഹാസൽനട്ട് ഫ്രാപ്പെ വാങ്ങിച്ചു, മോമോസും നാച്ചോസും വാങ്ങിച്ചു. ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഫേ ഇരിക്കുന്നത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്. ട്രിവാൻഡ്രം സിറ്റിക്ക് അകത്താണെങ്കിൽ പോലും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഇവിടെ കോഫി ഉണ്ടാക്കുന്നത് ആ കൗണ്ടറിൻ്റെ അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ കോഫി മേക്കിംഗ് കാണാൻ സാധിക്കും. ഈ കോഫി മേക്കിങ്ങിൻ്റെ പ്രോസസ്സിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും ഇതുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് അവരുടെ മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് അവർ സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ചോക്ലേറ്റ്സ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിടും. മിൽക്ക് ചോക്ലേറ്റിന് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ നാച്ചോസിൻ്റെ ക്രിസ്പിനെസ്സും ആ ചീസും ആ വെജീസും ഒക്കെ ആയിട്ട് സംഗതി കിടിലായിരുന്നു. നോർമലി എനിക്ക് പാസ്താസ് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമല്ല, പക്ഷേ ഇവരുടെ പാസ്താസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ സ്നിറ്റ്സൽ ബർഗറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ബർഗറാണ്. അതുമാത്രമല്ല സംഗതി ഒരു ചീസ് ഓവർലോഡഡ് സാധനമായിരുന്നു. എന്തായാലും ഓവറോൾ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഈ കഫേയുടെ പേരാണ് കഫേ ഡിവോർ. ഇതിരിക്കുന്നത് ദേവസ്വം ബോർഡ് റോഡിലാണ്, കവടിയാറുള്ള ദേവസ്വം ബോർഡ് റോഡിൽ. പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. നിമേഷ് ബ്രോയുടെ ബർത്ത്ഡേ ട്രീറ്റ് ആയിരുന്നു. ഏതെങ്കിലും ഒരു ബീച്ച് സൈഡ് കഫേയിൽ പോയി ചില്ല് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബീച്ച് ഹിൽസ് കഫേ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ ബീച്ച് ഹിൽസ് കഫേ ഇരിക്കുന്നത് കഴക്കൂട്ടത്തിൻ്റെ അടുത്ത് സെയിൻറ്റ് ആൻഡ്രൂസ് ബീച്ച് ഉണ്ട്. അവിടെയാണ് ഈ ബീച്ച് ഹിൽസ് ഇരിക്കുന്നത്. ബീച്ച് ഹിൽസ് കഫേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലവും ഇവിടുത്തെ ഈ ആംബിയൻസും ഒക്കെയാണ്. സിറ്റിയുടെ തിരക്കൊന്നുമില്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് സെയിൻറ്റ് ആൻഡ്രൂസ് ബീച്ചും ഈ ബീച്ച് ഹിൽസ് കഫേയും. നമ്മളിവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസും ബർഗറും കോൾഡ് കോഫിയും അൽഫാമും ഒക്കെ കഴിച്ചു. ഇവരുടെ ഫുഡെല്ലാം വളരെ ഡീസൻ്റ് ആണ്. പ്രൈസ് കുറച്ചാണ് ഹയർ സൈഡാണ്, എസ്പെഷ്യലി അവരുടെ അൽഫാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ആംബിയൻസ് പിന്നെ ആ ഫുഡും എല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒരു 5:30-6 മണി സമയത്തൊക്കെ വരണം കേട്ടോ, ഇല്ലെങ്കിൽ വല്ലാതെ ഇരുട്ടിപ്പോവും. ബീച്ചിലധികം ലൈറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. ബില്ല് പേ ചെയ്ത നിമേഷ് ബ്രോയ്ക്ക് പെരുത്ത് നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ളൊരു കഫേയാണിത്. അതിന് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് അവരുടെ ഫുഡ് തന്നെയാണ്. അവരുടെ മെനുവിൽ നിന്ന് ഏത് ഫുഡ് ഓർഡർ ചെയ്താലും അതിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ആംബിയൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ്, പക്ഷേ വളരെ സൈലൻറ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. നമ്മളിന്ന് ഇവിടുന്ന് സാലഡും ബർഗറും ഫിഷ് ഫിംഗേഴ്സും ഹോട്ട് ചോക്ലേറ്റും ഒക്കെയാണ് വാങ്ങിച്ചത്. പക്ഷേ എടുത്തു പറയേണ്ടത് ഇവരുടെ ഫിഷ് ഫിംഗേഴ്സാണ്. ഞാൻ എപ്പോൾ വന്നാലും ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണിത്. നല്ല ടേസ്റ്റാണ്. രണ്ടാമത് ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് ഇവരുടെ ബാർബിക്യൂ ഷ്രെഡഡ് ബീഫ് ബർഗർ. ഇതിൻ്റെ പാറ്റി തന്നെ വളരെ വ്യത്യസ്തമാണ്, നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ഈ കഫേ ഇരിക്കുന്നത് കേശവദാസപുരത്താണ്. ഈ കഫേയുടെ പേരാണ് കോഫി ക്ലബ്. പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്.